നമസ്കാരം. ഇന്നത്തെ കേരളത്തിലേക്ക് സ്വാഗതം. പൊന്നമ്പലമെട്ടിലെ മകരവിളക്ക് ദർശിച്ച് പതിനായിരങ്ങൾ. പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയ ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മകരവിളക്ക് ദർശനം. മകര സംക്രമ പൂജ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ജോയ് നായരും ആർ കിരൺ ബാബുവും പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും ചേർന്നു. ആദ്യം കിരൺ ബാബുവിൽ. കിരൺ, 3 തവണ മകരജ്യോതി തെളിഞ്ഞു. ഭക്തലക്ഷങ്ങൾക്ക് ദർശനവുമായി ഏത് രീതിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്? എപ്പോഴാണ് മകരസംക്രമ പൂജ? പറഞ്ഞ മകരജ്യോതി ദർശിക്കാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഈ സന്നിധാനത്തും അതോടൊപ്പം തന്നെ 8 വ്യൂ പോയിന്റുകളിലായി കാത്തുനിന്നത്. ഏറ്റവും കൂടുതൽ പേർ ഉണ്ടായിരുന്നത് ഈ ശബരിമലയിലും സന്നിധാനത്തിന്റെ പരിസരത്തും തന്നെയാണ്. ഇവിടുത്തെ എല്ലാ പ്രധാന കെട്ടിടങ്ങളുടെയും മുകളിലെല്ലാം ഭക്തരാൽ നിറഞ്ഞിരുന്നു. ഇന്നലെയും മെനയാന്നുമായി വന്ന നല്ലൊരു ശതമാനം ഭക്തരും ഈ സന്നിധാനത്ത് തന്നെ തങ്ങുകയായിരുന്നു. അവരുടെ എല്ലാം ലക്ഷ്യം ഒന്നായിരുന്നു, ഈ മകരജ്യോതി ദർശനം. ഇന്ന് അത് അവർക്ക് സാധ്യമായിരിക്കുന്നു. വൈകുന്നേരം ഏകദേശം കാര്യമായി മഞ്ഞു മൂടാത്ത അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വ്യക്തമായി തന്നെ മകരജ്യോതി കാണാൻ ഭക്തർക്ക് കഴിഞ്ഞു. അതിനുശേഷം വലിയൊരു പുഴ പോലെയാണ് ഭക്തർ തിരികെ മടങ്ങിയത്. ഇവിടെയെല്ലാം തടിച്ചുകൂടുന്ന ഭക്തർ തിരികെ മടങ്ങിയത്. അവരെല്ലാം ഇപ്പോൾ തിരികെ പമ്പയിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഇനിയും ഇവിടെ പൂജകളുണ്ട്. മകരസംക്രമ പൂജ നടക്കുന്നത് 7:52-നാണ്. മകരസംക്രമ സൂര്യൻ ദക്ഷിണരാശിയിൽ നിന്ന് ഉത്തരരാശിയിലേക്ക് മാറുന്ന സമയം 7:52-ആണ്. ഈ സമയത്ത് ഇപ്പോൾ തിരുവാഭരണ വിഭൂഷിതനായിട്ടാണ് ശബരിമല അയ്യപ്പൻ ഇരിക്കുന്നത്. ആ തിരുവാഭരണങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷമാണ് പൂജ നടക്കുന്നത്. പൂജയ്ക്ക് ശേഷം വീണ്ടും തിരുവാഭരണങ്ങൾ അണിയിക്കും. അതിനുശേഷം വീണ്ടും 11 മണി വരെ ഭക്തർക്ക് തിരുവാഭരണ വിഭൂഷിതനായി തന്നെ അയ്യനെ കാണാനുള്ള അവസരവും ഇന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ചടങ്ങ് മാളികപ്പുറത്തമ്മയിൽ നിന്ന് എഴുന്നള്ളത്താണ്. മാളികപ്പുറത്തമ്മ എഴുന്നള്ളി ശബരീശന്റെ സന്നിധിയിലെത്തും. അവിടെ എത്തുമ്പോൾ ആ ഐതിഹ്യപ്രകാരം ഒരു കന്യയ്യപ്പനെങ്കിലും എത്താത്ത കാലത്ത് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിക്കുമെന്നാണ്. അയ്യപ്പന്റെ സന്നിധിയിലെ ശാന്തിക്കാരൻ പറയും, ഈ തവണ ഏതെങ്കിലും കന്യയ്യപ്പൻ വന്നോ എന്ന് അന്വേഷിച്ചു വരാൻ പറയും. ഇതിനുവേണ്ടി ശരംകുത്തിയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഈ ഘോഷയാത്ര 18-ാം പടിയുടെ താഴെ എത്തുമ്പോൾ തന്നെ മാളികപ്പുറത്തമ്മയെ അറിയും. അവിടെ ശരംകുത്തിയിൽ നിരവധി ശരങ്ങൾ കുത്തിയിട്ടുണ്ട്, കന്യയ്യപ്പന്മാർ എത്തിയിട്ടുണ്ടെന്ന്. അതിനുശേഷം വാദ്യമേളങ്ങളൊന്നുമില്ലാതെ മ്ലാനവതയായി തിരിച്ച് മാളികപ്പുറത്തമ്മ മടങ്ങിപ്പോവും. ഈ ചടങ്ങും ഇന്ന് നടക്കേണ്ടതുണ്ട്. കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകി. ജോയ് നായർ നമുക്കൊപ്പം ചേർന്നു. ജോയ്, മകരസംക്രമ പൂജയിലേക്ക് സന്നിധാനം കടക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു മകരജ്യോതി ദർശിക്കാൻ ഇന്ന് എത്തിയത് ശബരിമലയിൽ? അപർണ, മകരജ്യോതി ദർശനം കഴിഞ്ഞു. ഇനി മകരജ്യോതി ദർശനത്തിന് ശേഷം തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാനായി 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ സോപാനത്തുണ്ട്. വലിയ തിക്കും തിരക്കുമാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം പലയിടങ്ങളിൽ നിന്നായി എത്തിയ അയ്യപ്പ ഭക്തർ ഇനി ഈ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് തൊഴുതതിന് ശേഷം മടങ്ങാനുള്ള ഒരു തിടുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ വലിയൊരു തിരക്ക് ഇപ്പോൾ സോപാനത്ത് അനുഭവപ്പെടുന്നു. വിശിഷ്ട അതിഥികൾ അടക്കം നിരവധി പേർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ കിരൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അയ്യപ്പനെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ വണങ്ങിയ ശേഷം തിരികെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും. പക്ഷേ 7:52 വരെ മാത്രമേ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാൻ കഴിയൂ. കാരണം അത് 7:52-നാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുന്നോടിയായി ഈ തിരുവാഭരണങ്ങൾ അഴിച്ചുമാറ്റും. അതിനുശേഷമാണ് പ്രത്യേക പൂജ നടക്കുന്നത്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകം ചെയ്താണ് ആ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങ് നടന്നതിന് ശേഷം വീണ്ടും തിരുവാഭരണങ്ങൾ അയ്യപ്പനെ അണിയിക്കും. അതിനുശേഷം വീണ്ടും ഭക്തർക്ക് അയ്യപ്പനെ വണങ്ങാം. ഏതായാലും ഈ അനുഭവപ്പെട്ടു. പ്രത്യേകിച്ചും ഭക്തിയുടെ ഒരു മൂർധന്യ അവസ്ഥ തന്നെയാണ് നമുക്ക് സോപാനത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്. നിരവധി പേർ, പ്രത്യേകിച്ചും സിനിമാ രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള, അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം ഇപ്പോൾ സോപാനത്തിന് മുന്നിലുണ്ട്. നിരവധി ഭക്തർ നേരത്തെ ഫ്ലൈ ഓവറിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമെല്ലാം മകരജ്യോതി ദർശിച്ച് ശേഷം അവർ വലിയ കൂട്ടമായി ഇപ്പോൾ ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിലെത്തി അയ്യപ്പനെ കാണുന്നതിനുള്ള, പ്രത്യേകിച്ചും തിരുവാഭരണം അണിഞ്ഞ അയ്യപ്പനെ കാണാൻ ഇന്ന് മാത്രമേ സാധിക്കൂ. പ്രത്യേകിച്ചും മകരവിളക്ക് ദിവസം മാത്രമേ അത്തരമൊരു കാഴ്ച ഭക്തർക്ക് കാണാൻ കഴിയൂ.
ആ കാഴ്ച കാണുക എന്നുള്ളത് തന്നെ ഭക്തർക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു വേളയാണ്. ആ വേള സ്വന്തമാക്കാൻ, അത് മനസ്സിൽ ആവാഹിക്കാൻ, അത് ദർശിക്കാനുള്ള ഒരു തിടുക്കം തന്നെയാണ് ഇവിടെ ഓരോ ഭക്തരും കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിക്കും തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നു. പോലീസ് വളരെ കൃത്യമായി തന്നെ ഓരോ ഭക്തർക്കും അയ്യപ്പനെ, തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാട്ടിക്കൊടുത്ത് മടക്കി അയക്കുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി പ്രധാന ചടങ്ങ് അപർണ, മകര സംക്രമ പൂജ 7:52. സാധാരണഗതിയിൽ ഇത്തരമൊരു അവസ്ഥ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. കഴിഞ്ഞ വർഷമെല്ലാം പകൽ സമയത്തായിരുന്നു. ഇത്തവണ അത് സമയം മാറി 7:52 എത്തി. വർഷങ്ങൾക്ക് ഇടയ്ക്കാണ് ഇത്തരം ഒരു സംഭവം, ഇത്തരം മകരസംക്രമ പൂജയുടെ സമയം മാറി വരുന്നത്. എന്തായാലും ഇനിയുള്ള ചടങ്ങുകൾ മകരസംക്രമ പൂജയുടെ ചടങ്ങുകളിലേക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് സോപാനത്തും ശ്രീകോവിലിനുള്ളിലുമെല്ലാം നടക്കുന്നത്. അപർണ, ജോയ് നായർ സന്നിധാനത്തൊപ്പം പമ്പയിൽ നിന്ന് എം എസ് അനീഷ് കുമാറും ചേർന്നു. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഭക്തരുടെ തിരക്കുണ്ടായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആ തിരക്ക് കുറവായിരുന്നോ? എങ്ങനെയാണ് ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്? അപർണ, ഇപ്പോൾ നമ്മൾ കാണുന്നത് പമ്പയിലേക്ക് ശബരിമല സന്നിധാനത്തു നിന്നും ജ്യോതി ദർശനം കഴിഞ്ഞ ശേഷം ഭക്തരുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ്. അണമുറിയാതെ തിങ്ങി നിറഞ്ഞാണ് ഭക്തർ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് സമീപ പ്രദേശങ്ങളിലും തമ്പടിച്ച ആളുകളല്ല ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ശബരിപാതയിൽ അല്ലെങ്കിൽ മല കയറുന്നതിനിടെ ജ്യോതി ദർശനയോഗ്യമായ ഇടങ്ങളിൽ തമ്പടിച്ച് ജ്യോതി ദർശനം നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസങ്ങളായി സന്നിധാനത്ത് തന്നെ തമ്പടിച്ച് ജ്യോതി ദർശനം നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ തങ്ങിയ ആളുകൾ പലരും മലയിറങ്ങാൻ തുടങ്ങുന്നുള്ളൂ. ദീപാരാധന കഴിഞ്ഞിരിക്കുന്നു. ഇനി മകരസംക്രമ പൂജയുണ്ട്. ആ പൂജകളിൽ കൂടി പങ്കെടുത്ത ശേഷമാവും പലരും ഇറങ്ങുക. എന്നാൽ നേരത്തെ തന്നെ ദർശനം പൂർത്തിയാക്കിയ ശേഷം മറ്റിടങ്ങളിൽ ജ്യോതി കാണുന്നതിനായി നിലയുറപ്പിച്ചവരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ സുരക്ഷിതമായി ഇവരുടെ വീടുകളിൽ എത്തുക എന്നതാണ് ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അവരുടെ കർത്തവ്യം. നമുക്കറിയാം, പല വർഷങ്ങളിലും വലിയ അത്യാഹിതങ്ങൾ ഈ മകരവിളക്കിന് ശേഷം ആളുകൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പമ്പ ഹിൽ ടോപ്പിലായാലും പുല്ലുമേട്ടിലായാലും ഒക്കെ വലിയ ദുരന്തങ്ങൾ തന്നെ ഉണ്ടായ കാലങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലെ പിഴവുകൾ ഒഴിവാക്കുക, കൃത്യസമയത്ത് വാഹന ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങി വലിയ ഉത്തരവാദിത്തമാണ് ഇനി സർക്കാർ ഏജൻസികളെ കാത്തിരിക്കുന്നത്. അവർ ഇതിനെല്ലാം പൂർണ്ണ സജ്ജമായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എങ്കിലും എല്ലാ വർഷവും KSRTC വാഹനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും വാഹനങ്ങൾ പുറപ്പെടുന്ന സമയവുമായി ബന്ധപ്പെട്ടും വാഹനങ്ങൾ പമ്പയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം വലിയൊരു പുരുഷാരമാണ് ഒഴുകി താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രവാഹം തന്നെയാണ് എത്തുന്നത്. എന്തായാലും മുൻകാലങ്ങളിൽ ഉള്ളത്രയും തിരക്കില്ലായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും നിർത്താതെയുള്ള ഒഴുക്കാണിപ്പോൾ പമ്പയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ഇനി സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ പ്രധാന വെല്ലുവിളി. അപർണ, എം എസ് അനീഷ് കുമാർ പമ്പയിൽ നിന്ന് വിശദാംശങ്ങൾ. ഒരിക്കൽ കൂടി ഈ സന്നിധാനത്ത് നിന്ന് വീണ്ടും കിരൺ ബാബുലേക്ക്. കിരൺ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ്യോതിയും മകരസംക്രമ പൂജയും ഒരേ ദിവസം വരുന്ന അപൂർവ ദിവസമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തജന തിരക്കുമുണ്ട്. പ്രധാനപ്പെട്ട പൂജകളും ചടങ്ങുകളും എന്തെല്ലാമാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത് ഇപ്പോൾ? ശബരിമലയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് മകരജ്യോതി ദർശനമാണ്. ഇന്ന് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പൻ്റെ മുന്നിൽ വെച്ച് ദീപാരാധന കഴിഞ്ഞ ഉടനെയാണ് ഈ മകരജ്യോതി കണ്ട് സായുജ്യമടഞ്ഞ് ഭക്തർ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് മകരസംക്രമ പൂജയാണ്. മകരസംക്രമം നടക്കുന്നത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് നീങ്ങുന്ന സമയം എന്ന് പറയുന്നത് 7:52 ഈ 7:52 മകരസംക്രമ പൂജ ശബരിമലയിൽ നടക്കുന്നത്. ശബരിമലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രധാന ക്ഷേത്രങ്ങളിലും മകരസംക്രമ പൂജ ഈ സമയത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ നടയിലേക്ക് എഴുന്നള്ളും. ഇവിടുത്തെ ഐതിഹ്യമനുസരിച്ച് ഏതെങ്കിലും ഒരു കന്യയ്യപ്പൻ എത്താത്ത വർഷം മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിക്കാം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ ഓരോ പ്രാവശ്യവും മകരവിളക്ക് കഴിയുമ്പോൾ മാളികപ്പുറത്തമ്മ എഴുന്നള്ളിയ ശേഷം ഇവിടുത്തെ അയ്യപ്പൻ്റെ ശാന്തിക്കാരൻ പറയും, പുതിയ കന്യയ്യപ്പന്മാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ പറയും. അത് വലിയ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി നേരെ ശരംകുത്തിയിലേക്ക് തിരിക്കും. ശരംകുത്തിയിലാണ് കന്യയ്യപ്പന്മാർ ആദ്യമായി വരുന്നവർ അവിടെ ശരം കുത്തുന്നത്. അവരുടെ കന്യയ്യപ്പൻ വന്നു എന്നുള്ള ഒരു അടയാളമായിട്ടാണ് ഈ ശരം കുത്തുന്നത്. പക്ഷേ ഈ 18-ാം പടിയുടെ താഴെ എത്തുമ്പോഴേക്കും തന്നെ മാളികപ്പുറത്തമ്മയ്ക്ക് മനസ്സിലാവും ശരംകുത്തിയിൽ നിരവധി ശരങ്ങളുണ്ട്, ശരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു, അത്രയേറെ കന്യയ്യപ്പന്മാർ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഭക്തലക്ഷങ്ങൾ. വിശദാംശങ്ങളാണ് കിരൺ ബാബു, എം എസ് അനീഷ്
കുമാർ അതോടൊപ്പം തന്നെ ജോയ് നായർ നൽകിയത്. മകരസംക്രമ പൂജ 7:52 നടക്കും. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചി മുനമ്പം തീരത്ത് നിന്ന് ബോട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് കടന്നത് 41 പേരെന്ന് സ്ഥിരീകരണം. സംഘത്തിൽ 4 ഗർഭിണികളും നവജാത ശിശുക്കളുമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മുനമ്പത്തിന് പുറമെ കൊടുങ്ങല്ലൂരിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകൾ കണ്ടെത്തി. മുനമ്പം മനുഷ്യക്കടത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. അതീവ ദുർഘടമായ കടലിലൂടെ 27 ദിവസം യാത്ര ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. 15 കുടുംബങ്ങളിലെ 41 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 4 ഗർഭിണികളും നവജാത ശിശുക്കളും സംഘത്തിലുണ്ട്. 12,000 ലിറ്റർ ഡീസൽ അടിച്ച ശേഷമാണ് ബോട്ട് മുനമ്പം തീരം വിട്ടത്. മുനമ്പത്തെ ബീച്ച് വാലി റിസോർട്ടിൽ ഇവർ തങ്ങിയതായി ജീവനക്കാർ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. ഇവിടെ 5-6 ദിവസത്തോളം താമസിച്ചു. അതായത് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ട് ഹർത്താലിന്റെ പിറ്റേ ദിവസം പോയി. നമ്മൊരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ള ഇതിലാണ്. ബഹുഭൂരിപക്ഷം പേരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ട് കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. ശനിയാഴ്ച രാവിലെയാണ് മുനമ്പം ഹാർബറിൽ ഉപേക്ഷിക്കപ്പെട്ട 19 ബാഗ് കണ്ടെത്തിയത്. ഇതിൽ 2 വിമാന ടിക്കറ്റുകളും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് 5 പേർ വിമാനമാർഗവും ശേഷിക്കുന്നവർ ചെന്നൈ വഴിയുമാണ് എത്തിയത്. ആന്ധ്ര സ്വദേശിയും തിരുവനന്തപുരം സ്വദേശിയും ചേർന്ന് ഈയിടെ വാങ്ങിയ ബോട്ടിലാണ് ഇവർ കടന്നത്. മുനമ്പത്ത് കണ്ടെത്തിയതുപോലെ 50ഓളം ബാഗുകൾ കൊടുങ്ങല്ലൂരും കണ്ടെത്തി. മുനമ്പം ഹാർബറിൽ നിന്നാണ് 40-അംഗ സംഘം ബോട്ടിൽ വിദേശത്തേക്ക് കടന്നത്. ഈ ബോട്ടിലുള്ളവർ തങ്ങിയ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ബോട്ടിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും കേസിൽ വഴിത്തിരിവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ഏജൻസികൾ. മുനമ്പത്ത് നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. കൊച്ചി മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണത്തിന് തുടക്കമിട്ട് ദേശീയ ഏജൻസികളും ഗർഭിണികളും കുട്ടികളും അടങ്ങുന്ന സംഘം അതീവ ദുർഘട സമുദ്രപാത തെരഞ്ഞെടുത്തത് അന്വേഷണ ഏജൻസികളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ദുർഘടമായ കടൽ, പിന്നീട് എപ്പോഴും ശോഭിക്കുന്ന പസഫിക് സമുദ്രം. ഗർഭിണികളും കുട്ടികളും അടങ്ങുന്ന 41-അംഗ സംഘത്തിന് ഓസ്ട്രേലിയൻ തീരത്തെത്താൻ വേണ്ടത് കുറഞ്ഞത് 27 ദിവസം. സൗകര്യങ്ങൾ പരിമിതമായ ബോട്ടിലാണ് 41 പേരെയും കുത്തിനിറച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അതീവ ഗുരുതരമാണ് ലഭിച്ച വിവരങ്ങളെന്ന് റൂറൽ SP രാഹുൽ ആർ നായർ. അത് ബാഗുകൾ അവിടെ വരാനുണ്ടായ കാരണം എന്താണ്, ബാഗിൻ്റെ ഉടമസ്ഥന്മാർ ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വന്നത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെട്ടാണ്. പോലീസിൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ഭാഗവും നിറവേറ്റുന്നുണ്ട്. ദേവമാതാ ബോട്ടിൽ ശനിയാഴ്ചയാണ് സംഘം പുറപ്പെട്ടത്. വിദേശത്തേക്ക് പോകാൻ എത്തിയവരുടെ ലഗേജുകൾ ഏജന്റുമാർ നിർബന്ധിച്ച് കരയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ബോട്ടിന്റെ ഭാരം കുറയ്ക്കാനുള്ള നടപടി. ബ്രെഡാണ് യാത്രക്കിടയിലെ പ്രധാന ഭക്ഷണം. രാജ്യാന്തര മനുഷ്യക്കടത്ത് സംഘത്തിന് നടുക്കടലിൽ ഫീഡർ ബോട്ടുകൾ ഉണ്ടാകും. ഭക്ഷണവും ഇന്ധനവും ഈ ബോട്ടുകളിലാണ് എത്തിക്കുക. ഓസ്ട്രേലിയയിൽ അഭയാർത്ഥികളോട് അനുകൂല സമീപനമാണ് എന്നതാണ് ദുർഘടയാത്രയ്ക്ക് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. തമിഴ്നാട് സ്വദേശികൾക്ക് പുറമെ ശ്രീലങ്കയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പാട് ഖനനത്തിൽ ആശങ്ക ദൂരീകരിക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല ഇപ്പോൾ സമരം നടത്തുന്നത്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഖനനം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ആലപ്പാട് ഈ കരിമണൽ ഖനനം നടക്കുന്നത് കുറേ വർഷക്കാലമായി. അവിടെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഖനനം നടക്കുന്നത്. അതുകൂടാതെ പല സ്വകാര്യ വ്യക്തികളും അനധികൃതമായിട്ടുള്ള ഖനനവും നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഒരു വിഭാഗം ആളുകൾ ഇത് സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ സഹായകമായ വിധത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ സർക്കാർ തയ്യാറാവും. ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ലെന്നായിരുന്നു വ്യവസായ മന്ത്രി പി ജയരാജൻ ഇന്ന് രാവിലെ പറഞ്ഞത്. കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമങ്ങളും വിജയിക്കാൻ പോകുന്നില്ലെന്നും ആലപ്പാട്ടുകാരനായ ഒരാൾ പോലും ഇതുവരെ പരാതിയുമായി വന്നിട്ടില്ലെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. ആലപ്പാട് ഖനന പ്രശ്നത്തിൽ മുന്നണിയിൽ ഭിന്നതയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തിലൊന്നും ഒരു ഭിന്നതയില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. CPIയുടെ യുവജന സംഘടന സമരത്തിലേക്ക് നീങ്ങുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ആര് സമരം നടത്തുന്നതും അവരാലോചിക്കട്ടെ. എന്തിനാണ് സമരം? ഇത്രയും നാൾ പറഞ്ഞിട്ട് ആലപ്പാട് ഇല്ലാതായി തീരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം ആലപ്പാട് പോയോ?
ഏറെ വിവാദമായ മലപ്പുറം പ്രയോഗത്തെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്ത ഒരു സ്ഥലത്തിൽ ആള് വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടലത്ത് താനൂരും തിരൂരുമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. ആലപ്പാട് കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതുവരെ സമരസമിതി നേതാക്കളെ വിളിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? ന്യൂസ് 18 കൊല്ലം, കണ്ണൂർ. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. നേരത്തെ നിശ്ചയിച്ചപ്രകാരം സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കരിമണൽ കുഴിച്ചെടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി കായംകുളത്ത് പറഞ്ഞു. അതൊന്നും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമല്ല. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് അവിടെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അതുപോലെ ഗവൺമെന്റ് തീരുമാനിക്കും എന്നേ ഉള്ളൂ. ജനങ്ങൾക്കെതിരായ ഒരു തീരുമാനം എടുക്കില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ജനങ്ങളുടെ താല്പര്യം നോക്കി ജനങ്ങളോടൊക്കെ ചോദിച്ചും കണ്ടും മനസ്സിലാക്കുകയാണ് ചെയ്യും. ജനങ്ങൾക്ക് ദോഷമില്ലാത്ത തരത്തിൽ കരിമണൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അടക്കമാണ് പരിശോധിക്കേണ്ടത്. അതിനാർക്കും എതിർപ്പില്ല. കരിമണൽ എടുക്കുന്നതിനല്ല, കുഴിക്കുന്നതിനല്ലേ എതിര്. കൈകൊണ്ട് വരുന്നതിന് ആർക്കും എതിർപ്പില്ല. കാരണം കൈകൊണ്ട് തന്നെ തടഞ്ഞു വേണേ വരാം, എല്ലാ ദിവസവും വരാം. അങ്ങനെ വാരി വിറ്റുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആലപ്പാട് പഞ്ചായത്തിലെ ഖനനത്തിൽ സർക്കാർ സമരസമിതിയുമായി ഉപാധികളില്ലാതെ ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശവാസികളെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ചെന്നിത്തല കത്തയച്ചു. പാതിരാ നേരത്ത് തിരക്കിട്ട് CBI മേധാവിയെ മാറ്റിയ പ്രധാനമന്ത്രിയുടെ തീരുമാനം വിചിത്രമാണെന്ന് രാഹുൽ ഗാന്ധി. സുപ്രീംകോടതി ഇടപെട്ട് പദവി തിരികെ നൽകിയിട്ടും വീണ്ടും അലോക് വർമ്മയെ പുറത്താക്കി. ഇത് പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. CBI चीफ को 2 बार हटाने की जल्दी क्या थी? मतलब क्या जल्दी थी कि एक बार 1:30 बजे रात को प्रधानमंत्री लिख रहे हैं कि भैया इसको 1:30 बजे रात को हटाओ, और फिर सुप्रीम कोर्ट कहता है कि इनको वापस लाओ, और मतलब घंटों में प्रधानमंत्री कहते हैं CBI चीफ को निकालना है. मतलब क्यों? इसका क्या कारण है? और कोई और नहीं कह रहा है. सरकार में गडकरी जी, सुषमा जी, अरुण जेटली जी नहीं कह रहे, नरेंद्र मोदी जी कह रहा है कि भैया इसको हटाओ. क्या कारण हो सकता है? पूरा देश जानता है कि CBI के चीफ राफेल पे इंक्वायरी करने जा रहे थे. पूरा देश जानता है कि उन पर दबाव डाला जा रहा था. पूरा देश जानता है कि जब उन्होंने इंक्वायरी डालने का काम शुरू किया, नरेंद्र मोदी जी ने उनको हटाया. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിയതിനെയും കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ നിയമനത്തെയും ബന്ധിപ്പിക്കുന്നത് വേദനാജനകമാണെന്ന് ജസ്റ്റിസ് AK സിക്രി. ട്രൈബ്യൂണൽ നിയമനത്തിന് തന്റെ സമ്മതം വാങ്ങിയത് ഡിസംബർ ആദ്യവാരമാണ്. അലോക് വർമ്മ കേസിൽ വിധി പ്രസ്താവിച്ചത് ജനുവരി 8-നും. അലോക് വർമ്മയ്ക്കെതിരായ തീരുമാനത്തിനുള്ള കൊടുക്കൽ വാങ്ങലാണ് നടന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നത് തീർത്തും ദുഃഖകരമാണെന്നും ജസ്റ്റിസ് സിക്രി പറഞ്ഞു. നാഗേഷ് റാവുവിനെ CBI ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണിന്റെ നേതൃത്വത്തിലുള്ള കോമൺ കോസ് എന്ന സംഘടന സുപ്രീംകോടതിയെ സമീപിച്ചു. ഡയറക്ടറെ നിയമിക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും റാവുവിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. നടപടി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും നിരീക്ഷിക്കാനായി 10 അന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് വൻ വിവാദമായിരുന്നു. സ്വകാര്യത മൗലികാവകാശമായ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം ഉത്തരവുകൾ നിലനിൽക്കില്ലെന്ന് കാട്ടിയാണ് ഹർജികൾ. കേസ് തീർപ്പാകുന്നതുവരെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേൾക്കാതെ സ്റ്റേ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഹർജിയിൽ സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. CBI, IB, റോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾക്കാണ് നിരീക്ഷണ അധികാരം. കമ്പ്യൂട്ടർ ഉടമസ്ഥരും സേവനദാതാക്കളും ഏജൻസികൾക്ക് എല്ലാ സഹായവും നൽകണം. ഇല്ലെങ്കിൽ 7 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. UPA ഭരണകാലത്ത് കൊണ്ടുവന്ന IT നിയമപ്രകാരമുള്ള അനുമതി ഏതൊക്കെ ഏജൻസികൾക്കെന്ന് വ്യക്തമാക്കുക മാത്രമാണ് ഉത്തരവിലൂടെ ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നെങ്കിലും നിയമതർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടുത്ത അധ്യയന വർഷം തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കും. സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി.
10% സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നിരുന്നു. തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതിനിടെയാണ് സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ ഉയർന്നുവന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ OBC സംവരണം നൽകാൻ ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന നിയമം അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സംവരണം തിടുക്കത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കില്ലെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ 70% സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. അവിടങ്ങളിൽ സാമ്പത്തിക സംവരണത്തിന്റെ ഗുണം ഉടൻ ലഭിക്കില്ല. അടുത്ത അധ്യയന വർഷം തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കാൻ ചട്ടങ്ങളോ നിയമമോ കൊണ്ടുവരും. 10% സംവരണം നൽകാൻ സീറ്റുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കർണാടക വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക്. 3 MLA-മാരെ കാണാനില്ല. ഇവർ BJP നേതാക്കൾക്കൊപ്പം മുംബൈയിലെ ഹോട്ടലിലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തന്റെ അറിവോടെയാണ് MLA-മാർ പോയതെന്നും സർക്കാരിന് ഭീഷണിയില്ലെന്നും HD കുമാരസ്വാമി പ്രതികരിച്ചു. കർണാടകയിലെ കോൺഗ്രസ് JDS സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ ശക്തിപ്പെടുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കോൺഗ്രസ് MLA-മാരെ കാണാതായത്. കുമാരസ്വാമി സർക്കാരിനെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന കരിനീക്കങ്ങളുടെ ഭാഗമായി MLA-മാരെ കർണാടകത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും സംസ്ഥാന മന്ത്രിയുമായ DK ശിവകുമാർ ആരോപിച്ചു. കാണാതായ MLA-മാർ സംസ്ഥാനത്ത് നിന്നെയുള്ള BJP MLA-മാർക്കൊപ്പം മുംബൈയിലെ ഹോട്ടലുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു. BJPയുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടും മുഖ്യമന്ത്രി കുമാരസ്വാമി മൃദു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. I will tell everything at the appropriate time. I don't want to tell anything. This is connected to our budget issue and a common minimum program. എന്നാൽ 3 കോൺഗ്രസ് MLA-മാരും തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സർക്കാരിന് ഭീഷണിയില്ലെന്നും മുഖ്യമന്ത്രി HD കുമാരസ്വാമി പ്രതികരിച്ചു. BJPಯವರು ಯಾರ್ಯಾರನ್ನ ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲ ವಿಷಯ ನನಗೆ ಗೊತ್ತಾಗಲ್ವೇ. കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ജാർക്കിഹോളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MLA-മാർ തന്നെ നടത്തുന്ന വിലപേശൽ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് BJP മറുപടി നൽകി. ഭരണപക്ഷത്തു നിന്ന് 15 MLA-മാർ കൂറുമാറിയാൽ മാത്രമേ കർണാടകയിൽ JDS കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനാകൂ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന റാലിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന കേസിൽ കനയ്യകുമാർ അടക്കം 45 പേർക്കെതിരെ കുറ്റപത്രം. വിദ്യാർത്ഥി നേതാക്കളായ അപരാജിത രാജ, ഷെഹ്ല റാഷിദ്, ഒമർ ഖാലിദ് എന്നിവരുടെ പേരുകളും ഡൽഹി പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട്. 3 വർഷം മുൻപുള്ള കേസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കനയ്യകുമാർ ആരോപിച്ചു. രാജ്യമാകെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിലാണ് 3 വർഷത്തിനു ശേഷം ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് 2016 ഫെബ്രുവരി 9 JNUവിൽ നടന്ന പരിപാടിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് കേസ്. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്ന കനയ്യകുമാറാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതെന്ന് ഡൽഹി കോടതിയിൽ സമർപ്പിച്ച 1200 പേജുകളുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് വ്യക്തമായതായി കനയ്യകുമാർ, ഒമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, ജമ്മു കാശ്മീർ സ്വദേശികളായ 7 വിദ്യാർത്ഥികൾ എന്നിവർക്കെതിരെ തെളിവുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നേരിട്ട് തെളിവുകളില്ലെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കുള്ള മറ്റ് 35 പ്രതികളിൽ ഷെഹ്ല റാഷിദ്, CPI MP D രാജയുടെ മകൾ അപരാജിത രാജ എന്നിവരും ഉൾപ്പെടും. ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ട വീഡിയോയാണ് കേസിൽ പോലീസ് പറയുന്ന തെളിവ്. കനയ്യ ബീഹാറിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് കേസ് വീണ്ടും സജീവമാകുന്നത്. കുറ്റപത്രം സ്വീകരിക്കണമെന്ന് കോടതി നാളെ തീരുമാനിക്കും. ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. കൊല്ലം ബൈപ്പാസും പത്മനാഭസ്വാമി ക്ഷേത്ര നവീകരണ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാജ്യം തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ അനൌദ്യോഗിക തുടക്കമായാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. ശബരിമലയും രാഷ്ട്രീയ അക്രമങ്ങളും ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. കൊല്ലം ബൈപ്പാസ് പോലെ താരതമ്യേന ചെറിയൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി താൽപര്യം കാട്ടിയതിനു പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഈ കാശ് മേടിക്കാൻ നേരത്തെ ഈ ചോദ്യങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റ് ചോദിക്കാറില്ലല്ലോ. കാശും കൊടുത്ത് പണി ചെയ്ത് കഴിയുമ്പോൾ ചോദ്യങ്ങളാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണം, അദ്ദേഹത്തിന് സൗകര്യം അനുസരിച്ചാണ് വരുന്നത്. ഇതൊക്കെ വേറെ ആരും ചോദിക്കാറില്ല. കേരളത്തിലല്ലാതെ വേറെ ആരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് പോകും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം കന്റോൺമെന്റ് മൈതാനിയിൽ
BJPയുടെ പൊതുയോഗത്തിൽ സംസാരിക്കും. 7 മണിക്ക് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മോദി സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. മൈക്രോവേവ് സ്പെക്ട്രം അനുവദിച്ചതിൽ സർക്കാർ 69,381 കോടിയുടെ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. और तमाम नियमों को ताक पर रखकर ये माइक्रोवेव स्पेक्ट्रम उन्होंने अपने दोस्तों को अलॉट किया. ये एक लेटेस्ट उनका स्कैम है स्पेक्ट्रम को लेके. 2 और भी हैं पहले जो कर चुके हैं. अभी जनवरी 8, 2018 की 125 पेज की एक CAG रिपोर्ट है, रिपोर्ट नंबर 21 2018 की, which conclusively proves that the Narendra Modi government allotted a set of spectrum in 2015 on first come first serve basis, in contradiction to the recommendation of a 2012 committee, जो हमारे वक्त एक कमिटी 2012 में बनाई थी UPA के वक्त. 101 एप्लीकेशंस इनके पास इस स्पेक्ट्रम के लिए आई हुई हैं. There are 101 applications pending before the government. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണൻ ചേർന്നുണ്ട്. 69,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മോദി സർക്കാരിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് അക്കമിട്ട് ആരോപിക്കുന്നത്? അപർണ, റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണം ശക്തമാക്കുന്നതിനിടെയാണ് സർക്കാരിനെതിരെ മറ്റൊരു അഴിമതി ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നത്. 2015 മൈക്രോവേവ് സ്പെക്ട്രം അനുവദിച്ചതിലൂടെ ഖജനാവിന് 69,381 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ആരോപണം. പാർലമെന്റിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ലേലം ഒഴിവാക്കിക്കൊണ്ട് സ്പെക്ട്രം അനുവദിച്ചു എന്നതാണ് ആരോപണം. ആദ്യം അപേക്ഷിച്ചവർക്ക് ആദ്യമെന്ന രീതിയിലാണ് സ്പെക്ട്രം വിതരണം ചെയ്തത്. 101 അപേക്ഷകൾ മന്ത്രാലയത്തിന് മുമ്പാകെ കെട്ടിക്കിടക്കുമ്പോഴാണ് സർക്കാർ ചില കുത്തകകൾക്ക് വേണ്ടി സ്പെക്ട്രം അനുവദിച്ചതെന്നും ചൂണ്ടിക്കാട്ടുന്നു. 2015 സിസ്റ്റമ ശ്യാം അടക്കമുള്ള കമ്പനികൾക്കാണ് സ്പെക്ട്രം അനുവദിച്ചത്. CAG റിപ്പോർട്ടിൽ നഷ്ടത്തിന്റെ കണക്കോ കമ്പനികളുടെ പേരോ പരാമർശിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഈ ആരോപണം കൂടി ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. M. ഉണ്ണികൃഷ്ണൻ വിശദാംശങ്ങൾ നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബുധനാഴ്ച ചർച്ചയാകും. ഫെബ്രുവരി പകുതിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ AK ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PCC അധ്യക്ഷന്മാരുടെയും ACC ജനറൽ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ധാരണയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മലപ്പുറത്ത് താഴെത്തട്ടിലെ ലീഗ് കോൺഗ്രസ് തർക്കങ്ങൾ പരിഹരിക്കാൻ തീവ്രശ്രമം. ജില്ലയിൽ സാമ്പാർ മുന്നണി എവിടെയും ഉണ്ടാകില്ലെന്നും എല്ലായിടത്തും UDF സംവിധാനം നിലവിൽ വരുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് 23ഇടങ്ങളിലാണ് ലീഗും കോൺഗ്രസും സഖ്യമില്ലാതെ മത്സരിച്ചത്. 6ഇടത്ത് കോൺഗ്രസും CPM-ഉമായി സഖ്യമുണ്ടാക്കി. ഈ സഖ്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇവിടങ്ങളിൽ UDF സംവിധാനം കൊണ്ടുവരാനാണ് നീക്കം. ആദ്യപടിയായി വാഴക്കാട് കോൺഗ്രസും ലീഗും സഖ്യമുണ്ടാക്കും. അവിടെ കോൺഗ്രസ് പിന്തുണയോടെയായിരുന്നു CPM ഭരണം. വനിതാ മതിലിൽ സഖ്യം തകർന്നതോടെ CPM അംഗമായ പ്രസിഡന്റ് രാജിവെച്ചു. മറ്റു സ്ഥലങ്ങളിൽ കൂടി ഇതേ ഐക്യമുണ്ടാക്കാനാണ് UDF നേതൃത്വത്തിന്റെ ശ്രമം. നല്ല ഐക്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. UDF ജയിക്കുകയും ചെയ്യും. അതിന് ഞങ്ങൾ സംസാരിച്ചു. ഏറെക്കുറെ ഒരു സെറ്റിൽമെൻറ്റിനുള്ള ഏർപ്പാടുകളൊക്കെ ആയി. വലിയ പ്രശ്നമില്ലാതെ ഒരു യോജിപ്പിൻ്റെ ഇതിലെത്തിയിരിക്കണം. ഇനി ചില മിനുക്ക് പണികളും കൂടി വേണം. അത്രയേ ഉള്ളൂ. സാമ്പാറില്ല. സാമ്പാർ മുന്നണികൾ ആ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അതൊരടഞ്ഞ അധ്യായമായി തുറന്ന സമീപനത്തോടു കൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അറിയിക്കുന്നത്. MP-മാരായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും തന്നെയാണ് ഐക്യനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ജില്ലയിൽ UDF-ന്റെ താഴെത്തട്ടിൽ തമ്മിലടി രൂക്ഷമാണ്. ചിലയിടങ്ങളിൽ പരിഹാരം എളുപ്പമല്ലെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ചയെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഈ മാസം 22-ന് സുപ്രീംകോടതി ശബരിമല വിധി റദ്ദാക്കിയാലും സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന് തന്നെയാണ് CPM നിലപാടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വനിതാ മതിൽ വർഗീയ മതിലാണെന്ന് പറഞ്ഞതിലൂടെ മുസ്ലിം ലീഗ് RSSന്റെ പ്രചാരണത്തിന് ശക്തി കൂട്ടുകയാണ്. ശബരിമലയിൽ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അയോധ്യയിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് അനുകൂലിക്കുമോ എന്നും കോടിയേരി ചോദിച്ചു. സർക്കാർ മലകയറ്റിയത് അതിതീവ്രവാദികളെയാണോ എന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ബിന്ദുവും കനകദുർഗയും പങ്കെടുത്ത ആർപ്പോ ആർത്തവത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് അതിതീവ്രവാദം ആരോപിച്ചാണ്. ഇവർക്കാണ് 2 ദിവസം പോലീസ് സംരക്ഷണം നൽകിയതെന്നും K. മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു.
ഇഴഞ്ഞു നീങ്ങിയിരുന്ന കൊല്ലം ബൈപ്പാസ് പദ്ധതിക്ക് ജീവൻ നൽകിയത് ഇടത് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 2.5 വർഷത്തിലാണ് പദ്ധതിയുടെ 76% ജോലികളും പൂർത്തിയായതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോടനാട് എസ്റ്റേറ്റിലെ സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി രേഖകൾ കവർന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയെന്ന് ആരോപണമുന്നയിച്ച 2 പേർ അറസ്റ്റിൽ. രേഖകൾ മോഷ്ടിച്ച കേസിലെ 2ാം പ്രതിയും മലയാളിയുമായ KV സയൻ, മനോജ് എന്നിവരെയാണ് ഡൽഹിയിൽ നിന്ന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ജയലളിതയുടെ വേനൽക്കാല വസതിയായ കോടനാട് എസ്റ്റേറ്റിലെ കവർച്ചയിലും തുടർന്നുണ്ടായ മരണങ്ങളിലും മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് പങ്കുണ്ടെന്ന് പ്രതികളായ KV സയനും മനോജും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. കവർച്ചയുടെ മുഖ്യ സൂത്രധാരനും എസ്റ്റേറ്റിലെ മുൻ ഡ്രൈവറുമായ കനകരാജായിരുന്നു കൊട്ടേഷൻ നൽകിയത് എന്നും 5 കോടി രൂപയായിരുന്നു വാഗ്ദാനമെന്നും വാർത്താ സമ്മേളനത്തിൽ ഇവർ വെളിപ്പെടുത്തി. തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച പളനിസ്വാമി നൽകിയ പരാതിയെ തുടർന്ന് ഡൽഹി ദ്വാരകയിൽ നിന്ന് ഇരുവരെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലിനെയും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. എന്നാൽ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്യു സാമുവൽ പ്രതികരിച്ചു. One private vehicle, the sticker put it over police. They taken away Sayan and Manoj. It is not taken away. They forcefully put him and kidnapped. It is actually I strongly believe it is a hand of Palaniswamy. How can they kidnap? How can they take it out? We have to question this. It is very, very serious issue. 2017 ഏപ്രിൽ 23-നാണ് കോടനാടെത്തിയ 10-അംഗ സംഘം സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ ശേഷം രേഖകൾ കവർന്നത്. എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയാണ് രേഖകളെന്ന് കനകരാജ് തന്നോട് പറഞ്ഞതായാണ് സയൻ വെളിപ്പെടുത്തിയത്. മോഷണത്തിന് പിന്നാലെ 1-ാം പ്രതി കനകരാജും സയന്റെ ഭാര്യയും മകളും വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട് കോടനാട് എസ്റ്റേറ്റിലെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. തമിഴ്നാട്ടിലെ പൊതുപ്രവർത്തകനായ ട്രാഫിക് രാമസ്വാമിയാണ് ഹർജി നൽകിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയാണ് എസ്റ്റേറ്റിൽ മോഷണം നടത്തിയതെന്ന പ്രതികളുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിന്റേത് ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്യാമ്പസുകളിൽ വർഗീയത വളർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തിന് CPM നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വട്ടവട എന്ന കൊച്ചു ഗ്രാമം മുഴുവൻ തങ്ങളുടെ അഭിമന്യുവിന്റെ പുതിയ വീട്ടിലേക്ക് എത്തിയിരുന്നു. ദുഃഖം നിറഞ്ഞു നിന്ന വേദിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് അവരെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പാർട്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ അഭിമന്യുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി കൈമാറി. അഭിമന്യുവിന്റെ കൊലപാതകം യാദൃശ്ചികമായിരുന്നില്ലെന്നും ചിലർ ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പസുകളെ കലുഷിതമാക്കുകയാണ് ഇവരുടെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ മഹാരാജാസ് കോളേജ് സംഭവത്തിന് ആ വിദ്യാർത്ഥി സംഘടന ഒരുക്കം കൂട്ടുന്നത്. വട്ടവട കൊട്ടക്കാമ്പൂർ റൂട്ടിൽ റോഡിനോട് ചേർന്ന് വിലക്ക് വാങ്ങിയ 10 സെന്റ് സ്ഥലത്താണ് അഭിമന്യുവിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മിച്ചത്. 1256 ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം. 40 ലക്ഷത്തോളം രൂപ ചെലവായി. അഭിമന്യുവിന്റെ മാതാപിതാക്കളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച തുകയുടെ രേഖകളും മുഖ്യമന്ത്രി കൈമാറി. അഭിമന്യുവിന്റെ പേരിലുള്ള ലൈബ്രറിയും മുഖ്യമന്ത്രി പിന്നീട് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MM മണി, S രാജേന്ദ്രൻ MLA, ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വട്ടവടയിലെ രക്തതാരകത്തിന്റെ സ്വപ്നം അവന്റെ പ്രിയ സഖാക്കൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു നാടിനും അവന്റെ സുഹൃത്തുക്കൾക്കും എത്രമേൽ പ്രിയങ്കരനായിരുന്നു അഭിമന്യുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ചു കൂടിയ വലിയ പുരുഷാരം. വട്ടവടയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ടാനിപോൾ, ന്യൂസ് 18. സംസ്ഥാനത്തെ അംഗൻവാടികൾ ഹൈടെക് ആകുന്നു. കെട്ടിടങ്ങളുടെ രൂപം മുതൽ പഠന രീതി വരെ മാറ്റുന്ന മാർഗരേഖ തയ്യാറായി. തിരുവനന്തപുരത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ് രൂപരേഖ തയ്യാറാക്കിയത്. ടീച്ചർമാർക്ക് സ്മാർട്ട് ഫോണുകളും നൽകും. മലപ്പുറം ജില്ലയിൽ മുഴുവൻ അംഗനവാടി വർക്കർമാർക്കും സൂപ്പർവൈസർമാർക്കും സ്മാർട്ട് ഫോണുകൾ നൽകുന്ന പദ്ധതി തുടങ്ങി. പാഠഭാഗങ്ങളടക്കം എല്ലാം ഇനി ആപ്പുകൾ വഴി ലഭിക്കും. അംഗനവാടി ജീവനക്കാർക്ക് യൂണിഫോമും നടപ്പാക്കി.
ചൈൽഡ് ഡെവലപ്മെന്റ് ലോഗോ പതിച്ച ചുവപ്പ് ബോർഡറോടെ മഞ്ഞ സാരി വർക്കർക്കും വയലറ്റ് ബോർഡറോടെ സ്കൈ ബ്ലൂ സാരി ഹെൽപ്പർക്കുമാണ്. ദേശീയ പദ്ധതിയായ പോഷൻ അഭിയാന്റെ ഭാഗമായുള്ള സമ്പുഷ്ട കേരളം പദ്ധതിയിലൂടെയാണ് മാറ്റങ്ങൾ. വൈകാതെ മറ്റു ജില്ലകളിലും പദ്ധതി നടപ്പാക്കും. മലപ്പുറത്ത് മാത്രമല്ല സംസ്ഥാനത്താകെ അംഗനവാടികളുടെ മുഖം മാറുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനം മുഴുവൻ അംഗനവാടികൾ നവീകരിക്കാൻ പദ്ധതിയായി കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ഓരോ മാതൃകാ അംഗനവാടി ഉടൻ സ്ഥാപിക്കും. അംഗനവാടി കുട്ടികൾക്കും യൂണിഫോം വരും. അധ്യാപകർക്ക് വിശദമായ പരിശീലനവും നൽകും. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കിയിൽ കൃത്രിമ പാടത്തെ നെൽകൃഷിയിൽ ഇത്തവണയും 100 മേനി വിളവ്. വിളവെടുപ്പ് ഉത്സവമാക്കി കുട്ടി കർഷകർക്കൊപ്പം ഇടുക്കി ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു IAS എത്തി. തുടർച്ചയായ 5ാം വർഷമാണ് കുട്ടികൾ കൃത്രിമ പാടത്ത് നെൽകൃഷി ഇറക്കുന്നത്. നെൽകൃഷിയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും കൃഷിയോടുള്ള താൽപര്യം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിൽ കൃത്രിമ നെൽപ്പാടം നിർമ്മിച്ച് കൃഷി ആരംഭിച്ചത്. കൃഷിക്കായി പാകപ്പെടുത്തുന്നത് മുതൽ വിളവെടുപ്പ് വരെ കുട്ടികളാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. 25 സെന്റ് സ്ഥലത്ത് പ്ലാസ്റ്റിക് പടുത വിരിച്ച് ചെളി നിറച്ചാണ് കൃത്രിമ പാടം തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളം കൃത്യമായി നിലനിർത്തുന്നതിന് മോട്ടറുമുണ്ട്. ഇത്തവണ വിളവെടുപ്പിന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു IAS എത്തി. ഏറ്റവും നല്ല ഒരു സംരംഭമായി മാറി മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ ഈ കൃഷിപ്പണി മറ്റ് സ്കൂളുകളും കൂടെ അവരുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കൊയ്തെടുക്കുന്ന നെല്ല് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുകയാണ്. നെൽകൃഷിക്കൊപ്പം പച്ചക്കറികളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പച്ചക്കറിയുടെ വിളവെടുപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് നിർവഹിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്ന് ജില്ലാ കളക്ടർ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ന്യൂസ് 18 ഇടുക്കി. ടയർ ഗാർഡനിങ്ങിൽ തിളങ്ങി തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി സുരേഷ് ബാബു. ഉപയോഗശൂന്യമായ ടയറുകൾ കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങുന്ന ചെടിച്ചട്ടികൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. പഴയ ടയറുകൾ വില കൊടുത്തു വാങ്ങിയാണ് സുരേഷ് ബാബു ടയർ പോട്ടുകളാക്കി മാറ്റുന്നത്. പ്രവാസിയായിരുന്ന ഇദ്ദേഹം 10 വർഷം മുൻപ് നാട്ടിലെത്തിയപ്പോൾ വൻതോതിൽ മുളക് കൃഷി ചെയ്തിരുന്നു. എന്നാൽ മണ്ണിലെ ബാക്ടീരിയയുടെ ആധിക്യം മൂലം ഇവയെല്ലാം നശിച്ചു. ഇതോടെയാണ് മണ്ണുമായി നേരിട്ടല്ലാതെ കൃഷി ചെയ്യാവുന്ന വിധിയെക്കുറിച്ച് സുരേഷ് ബാബു ആലോചിക്കുന്നതും ടയർ ഗാർഡനിങ് എന്ന ആശയത്തിലേക്ക് എത്തുന്നതും. 1 കാർബൺ എമിഷൻ തടയാം, 2 കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാം, 3 വൺസ് ഒരു പോട്ട് ഉണ്ടാക്കിയാൽ യു വിൽ ഗെറ്റ് എ ലോങ് ടൈം ടു പ്ലാന്റ്. അത് 4മത്തത്, നിങ്ങൾ എന്താണ് ഒരു കർഷകന് കൃഷി വയബിളാവണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നമ്മൾ മിതമാക്കണം. കുറേ രാസവളങ്ങളോ അല്ലെങ്കിൽ പറയുന്ന സാധനങ്ങളോ വാരി വലിച്ചിട്ടിട്ട് ഒരു കൃഷി രീതി അവലംബിക്കരുത്. ടയറുകൾ വെട്ടി മനോഹരമാക്കി അതിൽ പഴയ നൈലോൺ വലകൾ കൂട്ടി ഉറപ്പിച്ചാണ് ടയർ പോട്ടുകൾ തയ്യാറാക്കുന്നത്. ഇതിനായി സ്കൂട്ടറിന്റെ ടയർ മുതൽ JCBയുടെ ടയർ വരെ ഉപയോഗിക്കുന്നു. ടയർ പോട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് സമീപത്തെ മണ്ണിന്റെ ഗുണമേന്മ ബാധകമല്ല. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് ആവശ്യം. ഫ്ളാറ്റുകളിലെയും മറ്റും സ്ഥലപരിമിതികൾക്കു വേണ്ടി 3 പഴയ സൈക്കിൾ ചക്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പന്തലും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ടയറുകൾ ഉപയോഗിച്ച് വീട്ടിലെ അടുക്കള മാലിന്യത്തെ വളമാക്കുന്ന വിധിയും സുരേഷ് ബാബുവിന്റെ കൈവശമുണ്ട്. തോട്ടം സന്ദർശിക്കാനും പഠിക്കാനും നിരവധി പേരാണ് ദിവസവും പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 തൃശൂർ.